നമസ്കാരം. രാകേഷ് ശർമ്മയുടേതാണ് എന്ന് തോന്നുന്നു. ആരുടേത് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു പ്രശസ്ത ബഹിരാകാശ സഞ്ചാരി ഒരിക്കൽ പറഞ്ഞിരുന്നു, ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഗോളങ്ങളിൽ ഒന്ന് മാത്രമായ ഭൂമിയെക്കുറിച്ച്, അതിരുകളും അതിർത്തികളുമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച്, അതൊരു ലോകമാണ്, അതൊരു കാലമാണ് എന്നുള്ളത് വലിയ രീതിയിൽ മനുഷ്യൻ തിരിച്ചറിയേണ്ടതിനെക്കുറിച്ച് കൂടിയുള്ളൊരു തത്വചിന്തയിലൂന്നിയ ഒരു വിശേഷമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം പല രീതിയിൽ വലതുപക്ഷവൽക്കരണം വരുന്നതിനെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. എന്താണ് വലതുപക്ഷവൽക്കരണം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിരുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവിടെയാണ് നമ്മൾ ഈ അതിർത്തികൾ ലംഘിക്കുന്ന ഒരു മുഴുവൻ ജീവജാലങ്ങളെയും ഒന്നായി കാണാൻ കഴിയുന്ന വലിയൊരു കാഴ്ചപ്പാടെക്കുറിച്ച് നമ്മൾ പ്രായോഗിക സാമൂഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായോഗിക സാമ്പത്തിക ജീവിതത്തിൽ ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ്. എന്നാൽ ആ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ആ ചിന്തകളുടെ ആവശ്യകതയിലേക്ക് നമ്മൾ വന്നതിന് കാരണമായ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. സാർവദേശീയത എന്ന് പറയുന്ന ഒരു ആശയമാണ് വലിയോളം രാകേഷ് ശർമ്മയാണെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. രാകേഷ് ശർമ്മയുടെ ആ വാക്കുകളിൽ പറയുന്ന ഒരു സാർവദേശീയതയാണ്. അതികൾ നിർമ്മിക്കുന്നത് മനുഷ്യനാണെന്നുള്ള വലിയൊരു സങ്കല്പത്തിലേക്കാണ് ആ ചർച്ച പോകുന്നത്. അവിടെയാണ് നമ്മൾ 3 പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് എത്തുന്നതും അതുവഴി ഇന്ത്യൻ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. 1 ടർക്കിയിലെ എർദോഗൻ, 2 സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരൻ അല്ലെങ്കിൽ MPS, 3-ാമത്തേതാണ് നരേന്ദ്രമോദി. പലപ്പോഴും വളരെ ആകസ്മികമെന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വളരെ ആകസ്മികമായ ഒരു സംഭവം. അതായത് കാര്യങ്ങൾക്ക് വേണ്ടി പൊതുജന ഗതാഗതം, പൊതു സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ, അത് ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ തന്നെയായിരുന്നാലും അത് പൊളിച്ചു കളയണമെന്ന് പറയുന്ന കേരള ഹൈക്കോടതിയിൽ ഒരു സുപ്രധാന വിധി വരുന്നതും, നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുന്നതും ഏറെക്കുറെ യാദർശികമാണ്. ഒരു രീതിയിലും അതിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെ നിന്ന് വേണം ചർച്ച ആരംഭിക്കുന്നത്. ഇതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയേണ്ടതോ, മനുഷ്യൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിയുടെ രാഷ്ട്രീയ ഇടപെടലുകളെ, രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പാടില്ലാത്തതോ ആണ് എന്നുള്ളൊരു വലിയ സൂചനയാണ്, വളരെ പുരോഗമനാത്മകമായൊരു സൂചനയാണ് കേരള ഹൈക്കോടതി അവിടെ നൽകി. അതേ സമയത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ രാകേഷ് ശർമ്മയുടെ ആശയത്തിലേക്ക് എത്താനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അവിടെ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള വലിയ പ്രസ്താവന നടത്തുകയാണ്. മഹാത്മാഗാന്ധിയെ ലോകം അറിയാൻ ശ്രമിച്ചില്ല എന്നുള്ളതും, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം, പ്രാധാന്യം ലോകത്തെ അറിയിക്കാൻ ഇന്ത്യൻ ഭരണകൂടം ശ്രമിച്ചില്ല എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ കാലാകാലങ്ങളായി മാറി വന്ന ഭരണകൂടങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും നെഹ്റു കുടുംബം ശ്രമിച്ചില്ല എന്നുള്ള ധ്വനി ഉയർത്തിക്കൊണ്ട് വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി നമ്മൾ കാണുന്നു. അതിലെ രാഷ്ട്രീയം നമുക്ക് വളരെ വ്യക്തമാണ്. നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബഭാഷയെക്കുറിച്ചുള്ളൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. അപ്പോഴും നേരത്തെ പറഞ്ഞ സാർവദേശീയത എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും ഒരു അനിവാര്യതയാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി എത്തി എന്നുള്ളത് ഒരു വളരെ പ്രാധാന്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ MPS അല്ലെങ്കിൽ തുർക്കിയിലെ എർദോഗാനും ഇതേ രീതിയിലുള്ളൊരു ഒരു ഭരണാധികാരിയാണ്. ഇതിനേക്കാൾ തീവ്രം എന്ന് പറയുന്നത്, ഇതിനേക്കാൾ ഇരട്ടി തീവ്രം എന്ന് പറയാൻ കഴിയുന്നൊരു ഭരണാധികാരിയാണ്. യൂറോപ്യൻ മൂല്യങ്ങളോട് ചേർന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തിൽ പുരോഗമന കാഴ്ചപ്പാടുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഇസ്ലാമികവൽക്കരണം നടത്തുന്ന, അധികാരത്തിൽ പിടിയുറപ്പിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്ന വ്യക്തി. ആ വ്യക്തിയെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് നേരിട്ടത് ടർക്കിയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി.
ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് മതം ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ മതം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇസ്ലാമിക രാജ്യങ്ങളെ മാത്രം അറിയിക്കുകയും അല്ലാത്ത സ്ഥലത്ത് പുരോഗമന കാഴ്ചപ്പാടുണ്ടെന്നും വാണിജ്യവൽക്കരണം വേണമെന്നും നോക്കി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി സ്വയം മിനിക്കുന്ന എർദോഗാൻ ഒരു വശത്ത്. രണ്ടാമതാണ് MBS എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ മിഡിൽ ഈസ്റ്റ് കൂടി ഉൾപ്പെടുന്ന ഗൾഫ് മേഖല, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വലിയ മേഖലയിലെ ഏറ്റവും സുപ്രധാന കണ്ണിയാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അനേകം ഗോത്ര കലാപങ്ങളും വർഗ കലാപങ്ങളും എല്ലാം നടക്കുന്ന, ഷിയാ സുന്നി കലാപങ്ങളും എല്ലാം നടക്കുന്ന ഒരു മേഖലയിൽ പരസ്പരം ആധിപത്യത്തിനായി ശ്രമിക്കുന്ന, ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ പതാകവാഹകരെന്ന് സ്വയം ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാനും ഒക്കെ ചേരുന്ന ഒരു വലിയ വ്യവസ്ഥയിൽ, വലിയൊരു മത സാമൂഹിക സമ്പദ് വ്യവസ്ഥയിൽ എണ്ണ എന്ന് പറയുന്ന, ഓയിൽ, പെട്രോൾ എന്ന് പറയുന്ന ഏറ്റവും വിലയേറിയ, ലോകത്തിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിന് ഏറ്റവും വിലയേറിയ ഒരു ഇന്ധനത്തെ വിലപേശ ശക്തിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവിശ്യയിൽ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. റഷ്യയുടെയും അമേരിക്കയുടെയും ബന്ധങ്ങളടക്കം ആഗോളതലത്തിലെ എല്ലാ തീരുമാനങ്ങളെയും, ആഗോളതലത്തിലെ ചരക്ക് ഗതാഗതം അടക്കമുള്ള എല്ലാ നീക്കങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രവിശ്യയാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിലെ MBS എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ കൂട്ടത്തിൽ പെടുന്ന വ്യക്തിയാണ്. MBSും നരേന്ദ്രമോദി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ രാകേഷ് ശർമ്മയുടെ പ്രസ്താവനയിലേക്കും മഹാത്മാഗാന്ധിയിലേക്കും അതും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിലേക്കും പോകുന്നത്. MBS എല്ലാ അർത്ഥത്തിലും ആഗോള പാശ്ചാത്യ രാജ്യങ്ങൾക്കോ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് എല്ലാ അർത്ഥത്തിലും. അത് ഒളിമ്പിക്സും ഫുട്ബോൾ ലോകകപ്പും എല്ലാം നടത്തേണ്ട ഒരു രാജ്യമാണ് തൻ്റേതെന്നും എണ്ണയ്ക്ക് അപ്പുറത്തേക്ക് തൻ്റെ രാജ്യം തുറന്നു കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആഗോളതലത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിട്ടല്ല താൻ അറിയപ്പെടേണ്ട നിർബന്ധം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും കേരളത്തിലെ സമസ്ത മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യത്തിന് സമാനമായൊരു സാഹചര്യമാണ് വഹാബി പുരോഹിതന്മാരും രാജവംശവും എണ്ണയുമെല്ലാം ഉൾപ്പെടുന്ന സൗദിയിലെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. തങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാത്തവരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പണ്ഡിതന്മാർ, തങ്ങൾ മതവുമായി ബന്ധപ്പെട്ടവരല്ലാന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാജകുടുംബം, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ആഗോള മുഖം കൈവരുത്തുകയാണ് സൗദി രാജകുമാരൻ. പലപ്പോഴും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ഇത് തന്നെയാണ് ഇതേ രീതിയിലുള്ള ബന്ധം. 100% മതാധിഷ്ഠിതമായൊരു പ്രസ്ഥാനം, കേവലം മതപുരോഹിതന്മാർ മാത്രമായൊരു സംവിധാനം. ആ സംവിധാനം പരസ്പര പൂരകങ്ങളായി ഈ മുസ്ലിം ലീഗും സമസ്തയും പ്രവർത്തിച്ചുകൊണ്ട് ഒരു മതേതര മുഖം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അത് കോൺഗ്രസിലൂടെ ഒരു രാഷ്ട്രീയ ശക്തിയായി രൂപപ്പെടുന്നുമെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്യും. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ. അതേ സംവിധാനം തന്നെയാണ് നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത്. ഒരു ആഗോള മുഖം, മതാധിഷ്ഠിതമായ ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഒരു ആഗോള മുഖം. എല്ലാ രീതിയിലും അവർ തമ്മിൽ സാമ്യതകളുണ്ട്. അത് ജനാധിപത്യത്തിലുള്ള അവരുടെ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. സൗദിയിലെ ഡ്രൈവിംഗ് വിപ്ലവത്തിന് അതിൻ്റെ സമാനമായ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് ബൽക്കീസ് ബാനുവിൻ്റെ സംഭവമാവാം, മറ്റൊരുപാട് ഇതേ രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഖഗോഷിയുടെ കൊലപാതകം സൗദി അറേബ്യയിലാണെങ്കിൽ സഞ്ജയ് ഭട്ട് എന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള അറസ്റ്റുകളാവാം, നരേന്ദ്ര ദബോൽക്കർ ആവാം ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ആഗോളതലത്തിൽ ഒരു പ്രത്യേക ആശയത്തിൻ്റെയോ ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ പ്രതിനിധികളാവരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു കൂട്ടമാണ്. പലപ്പോഴും അവരുടെ തീരുമാനങ്ങൾ അതുകൊണ്ട് ഒരു ജനാധിപത്യ മുഖമുണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യാം. ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ ഈ രണ്ട് മുഹമ്മദ് ബിൻ സൽമാനിൽ നിന്ന് അല്ലെങ്കിൽ അർദുഗാനിൽ നിന്ന്, അർദുഗാൻ ഒരു വലിയ അളവോളം ഒരു മതരാഷ്ട്രവാദിയാണ് താൻ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരേ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ കോളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അവലോകനത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എർദോഗാനെ മാറ്റി നിർത്താം. അപ്പോൾ MBSലും മോഡിയും മോഡിയും നമ്മൾ ഒരേ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്
ഏതെങ്കിലും പൈതൃകത്തിൻ്റെ അവകാശിയാണ് താൻ എന്ന് സ്ഥാപിക്കാൻ MBS ശ്രമിക്കുന്നില്ല എന്നുള്ളതും മോഡി അങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നരേന്ദ്രമോദി സ്വയം പൊളിച്ചെഴുതുന്നത് നമ്മൾ കാണുന്നത്. അത് വിവേകാനന്ദ പാളയിലേക്കാണ് നരേന്ദ്രമോദി പോകുന്നത്. ഒരുപക്ഷെ ഏറ്റവും ആദ്യം നരേന്ദ്രമോദിയെ സ്വന്തമാക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSS എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ ആ നരേന്ദ്രമോദിയെ തന്നെ നരേന്ദ്രനെ തന്നെ ആ വിവേകാനന്ദനെ തന്നെ സ്വതന്ത്രമായി തുറന്നു വിടുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. വിവേകാനന്ദനെ സ്വതന്ത്രമായി തുറന്നു വിട്ടുകൊണ്ട് മഹാത്മാഗാന്ധിയിലേക്ക് എത്തുന്നതിലൂടെ നേരത്തെ രാകേഷ് ശർമ്മ പറഞ്ഞ വിഭാവനം ചെയ്ത പോലെ ഒരു ആശയം, അതിരുകളില്ലാത്തൊരു സാർവദേശീയത, ആ ഒരു സാർവദേശീയയുടെ വക്താവായി സ്വയം മിനുക്കി നരേന്ദ്രമോദി എത്തുന്നത് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി തന്നെയായിരിക്കാം. എങ്കിൽ പോലും അതിൽ തെളിയുന്ന ഒരുപാട് ബിംബങ്ങളുണ്ട്. അംബേദ്കറേയും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത് വലിയ ശുഭസൂചന തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കാരണം ഇന്ത്യ എന്ന വൈവിധ്യത്തിൽ ആ വൈവിധ്യത്തിൻ്റെ ഒരു ഘടനയാണ് ഇന്ത്യയിലെ ഹിന്ദുമതവും അതുമായി ചേർന്ന് നിൽക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത്. അവിടെ ദുര്യോധനൻ്റെ പേരിൽ ക്ഷേത്രമുണ്ട്, മുമ്പ് ഒരു വീഡിയോ പറഞ്ഞു. ശ്രീരാമൻ്റെ പേരിൽ ക്ഷേത്രമുണ്ട്. ഈ രണ്ടുപേരും മനുഷ്യാവതാരങ്ങളാണ് എല്ലാ അർത്ഥത്തിലും. അതിൽ ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും ഘടകം ഒഴിച്ചു നിർത്തിയാൽ ദുര്യോധനനും ശ്രീരാമനും എല്ലാം കൊണ്ടും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. കാരണം ഇവരിരുവരും പ്രജാക്ഷേമ തൽപരരായ ആളുകളാണ്. അതിലെ ത്യാഗത്തിൻ്റെയും, അതായത് അധികാരത്തോടുള്ള വിമുഖതയുടെയും അഹിംസയുടെയും മുഖം, ശ്രീരാമൻ്റെ മുഖം എടുത്തണിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി വിവേകാനന്ദ പാറ വഴി പോർബന്തറിലെത്തുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് മുറിക്കാം. കാരണം ഇന്ത്യ എന്ന വൈവിധ്യം, ആ വൈവിധ്യത്തെയാണ് മോഡി തിരിച്ചറിയേണ്ടത്. അത് മോഡി തിരിച്ചറിഞ്ഞത് 2-3 ദിവസങ്ങൾക്ക് ശേഷം. അവിടെയാണ് നമ്മൾ നേരിട്ട് തിരഞ്ഞെടുപ്പിലേക്കും ആ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിവിധങ്ങളായ ഘടകങ്ങളിലേക്കും ആഗോളതലത്തിൽ ഉയരുന്ന വലതുപക്ഷ വിഷയമായി ചേർത്തുകൊണ്ട് ആഗോളതലത്തിലെ വലതുപക്ഷവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എങ്കിൽ പോലും വീണ്ടും അതിനെ ഒരു ചിഹ്നമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു സഹഘടകമായിക്കൊണ്ട് നമ്മൾ ഈ ചർച്ച പുരോഗമിക്കും. ഈ ചർച്ച ഏതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം മഹാത്മാഗാന്ധിയിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്. ഒരുപാട് പരിമിതികളും ഒരുപാട് പിഴവുകളുള്ള വ്യക്തിയാണ് മഹാത്മാഗാന്ധിയിലെന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. റൂളർ എന്നുള്ള ഇംഗ്ലീഷ് കവിതയും ആ കവിതയ്ക്ക് ഇംഗ്ലീഷും മലയാളത്തിലും ഇൻട്രഡക്ഷൻ എന്ന വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നു. അവ ഇതേപോലെയുള്ള പരിമിതികളുള്ള സ്വന്തം അപൂർണത തിരിച്ചറിയുന്ന നേതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ചുറ്റിപ്പറ്റിയൊരു ജീവിതം തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ. സ്വയം പരീക്ഷിക്കുന്ന, സ്വന്തം തീരുമാനങ്ങളിലേക്ക് എത്താൻ കഠിനമായ പരീക്ഷണത്തിന് സ്വയം ശരീരത്തെ വിധേയമാക്കുന്ന ശരീരത്തെയും മനസ്സിനെയും ചിന്തകളെയും വിധേയമാക്കുന്ന ഒരു വ്യക്തിത്വം. പലപ്പോഴും വ്യക്തി എന്ന നിലയിൽ ആദർശത്തോടുള്ള കൂറുള്ള ആളെന്ന നിലയിൽ ഒരുപക്ഷെ നേതാജി അടക്കമുള്ളവർ മഹാത്മാഗാന്ധിയേക്കാൾ ഉന്നത തലത്തിലുള്ളവരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മഹാത്മാഗാന്ധിയും നേതാജിയും അംബേദ്കറും അടക്കമുള്ള. എന്നാൽ പോലും അവരിൽ നിന്നെല്ലാം മഹാത്മാഗാന്ധി വ്യത്യസ്തനാക്കാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ളതും അധികാരത്തോടും ബിംബവൽക്കരണത്തോടും പൂർണ്ണമായും യോജിപ്പില്ലാത്ത വ്യക്തി എന്ന നിലയിലേക്ക് ആഗോളതലത്തിൽ ജനാധിപത്യപരമായി
അഹിംസാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രായോഗികമായ രാഷ്ട്രീയ ആശയം രൂപപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിലേക്കുമാണ് മഹാത്മാഗാന്ധി കാണുന്നത്. ബിംബവൽക്കരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയോ വിമർശനാധീനായ വ്യക്തിയോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാവിൻ്റെ പല പരീക്ഷണങ്ങളും വിവാദങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്നതും. എന്നാൽ അതിനെല്ലാം അപ്പുറം വിമലീകരണത്തിലൂടെ സ്വയം വിമോചിക്കാൻ കഴിയും, അതിലൂടെ ജനതയെ വിമോചിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചൊരു വ്യക്തിയാണ്. അവിടെയാണ് ശ്രീരാമനിലേക്ക് നമ്മൾ എത്തേണ്ടത്. സംശയത്തിന് അധീനമാവണം, സീസറെക്കുറിച്ച് പറഞ്ഞ സംശയത്തിന് അധീനമാവണം എന്ന് സ്വയം വിശ്വസിച്ചൊരു വ്യക്തിത്വമാണ് ശ്രീരാമൻ്റെ. ഒരു മതബിംബം എന്നതിനേക്കാൾ ഉപരി ഒരു പ്രായോഗിക തലത്തിലൊരു ഭരണാധികാരി എങ്ങനെയാവണം എന്ന് ചിന്തിക്കാൻ, എന്ന് പഠിക്കാൻ കഴിയുന്നൊരു വ്യക്തിത്വമാണ് ശ്രീരാമൻ. ശ്രീരാമനുള്ള ഔന്നത്യമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ അപൂർണതയെ തിരിച്ചറിഞ്ഞ ഒരുപാട് വ്യക്തികളിൽ ഒരാളാണ്, അപൂർവം വെച്ചുള്ള വ്യക്തികളിൽ ഒരാളാണ് മഹാത്മാഗാന്ധി എന്നുള്ളത് നമുക്ക് നിസ്തർക്കം പറയാൻ കഴിയും. അവിടെയാണ് നമ്മൾ നരേന്ദ്രമോദി തിരിച്ചെത്തുമ്പോൾ ആഗോളതലത്തെ ചില സവിശേഷതയിലേക്ക് നമ്മൾ എത്തുന്നത്. ആഗോളതലത്തെ ചില സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തും. അപ്പോൾ തൻ്റെ പല ആശയങ്ങളും തൻ്റെ പല ചിന്തകളും പ്രായോഗികമല്ല എന്ന് ലോകമെമ്പാടും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി. അംബേദ്കറും ടാഗോറും നേതാജി അടക്കമുള്ള ആളുകളുമായിട്ട് ആശയപരമായ തർക്കം വരെ ഉണ്ടായി. അവിടെയാണ് നമ്മൾ ആഗോള സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയിൽ മഹാത്മാഗാന്ധിയുടെ പങ്കിലേക്ക് എത്തുന്നത്. എങ്ങനെ ആ പങ്ക്, ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ആശയം താൻ അതിൻ്റെ ഒരു പങ്ക് താൻ കൈപ്പറ്റണമെന്ന്, അതിൻ്റെ ഒരു വക്താവാണ് താൻ മാറണമെന്നും ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് മോഡി എത്തി എന്നുള്ളത് നമ്മളുടെ ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വ്യാവസായിക വിപ്ലവാനന്തര കൊളോണിയൽ സമൂഹത്തിലെ സ്വയം പര്യാപ്തതയുടെയും പുരോഗമനാശയങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക പരിഷ്കരണങ്ങളുടെയും ഒരു പരീക്ഷണശാലയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അത്തരമൊരു പരീക്ഷണശാലയാക്കി ഇന്ത്യയെ മാറ്റിയത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയാണ്. 18-ാം നൂറ്റാണ്ട് അവസാനത്തിൽ തുടങ്ങിയ വ്യാവസായിക വിപ്ലവം 1950 ആദ്യ ദശകങ്ങളോടുകൂടി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ആ വ്യാവസായിക വിപ്ലവത്തിന് ശക്തി പകരേണ്ട അതിനുവേണ്ട വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഒരു ഇടം മാത്രമായി ഇന്ത്യയെ കൊളോണിയൽ സംസ്കാരം മാറ്റിയൊരിടത്താണ്, ആറ്റിയ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിന് സ്വാതന്ത്ര്യ സമര കാലത്തെ തൻ്റെ അനുഭവങ്ങൾ, തൻ്റെ പ്രയത്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മഹാത്മാഗാന്ധി ചിന്തിക്കുന്നു. ചർക്ക മുതൽ പഞ്ചായത്ത് രാജ് സംവിധാനം വരെയുള്ളത് അത്തരമൊരു വികേന്ദ്രീകൃത സംവിധാനത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി ചിന്തിക്കുന്നവരാണ്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും ബ്രിട്ടീഷ് മൂല്യങ്ങളിലെയുമൊക്കെ ചില ഔന്നത്യങ്ങൾ അത് വേണ്ട രീതിയിൽ ആർജിച്ചെടുത്ത് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ മാറ്റാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. സ്ത്രീ ശാക്തീകരണം മുതൽ ദളിത് ശാക്തീകരണമുള്ള വരെയുള്ളവയിൽ ഗാന്ധിയുടെ പല നിലപാടുകളും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിൽ പോലും അത് ആത്മാർത്ഥയെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആഗോള പ്രകൃതിയാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അതേപോലെ തന്നെയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യം. കൽക്കരിയിലേക്ക് ലോകം മാറിയ ഒരു ഘട്ടമായിരുന്നു വ്യാവസായിക വിപ്ലവത്തിൽ. ആ കൽക്കരി ഉപയോഗം സൃഷ്ടിച്ച പ്രകൃതി ചൂഷണത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി ചിന്തിച്ച് കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും നമ്മളിപ്പോൾ കന്യാകുമാരിയിൽ ധ്യാനം കഴിഞ്ഞിറങ്ങുന്ന മോഡിയുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് സെമി കണ്ടക്ടറുകളിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കും ഒക്കെ എത്തുകയാണ്. അവിടെ നമ്മൾ ബയോഫ്യൂലുകളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ സുസ്ഥിരമായൊരു സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് പ്രകൃതിയെ കൂടിച്ചേർത്തുള്ളതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതിന് ഇതിൽ കൊടുത്തലുകൾ ആവശ്യമില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന വൈവിധ്യത്തെ ഗാന്ധി യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു. ഓരോ ഇന്ത്യക്കാരും വേണ്ടത് എന്താണ്, ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ചർക്ക, നേരത്തെ പറഞ്ഞ ചർക്ക എന്നുള്ളത് സ്വയം പര്യാപ്ത ഒരു പ്രതീകമാണ്. അധികാര വികേന്ദ്രീകരണം, പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ, അതിൻ്റെ എല്ലാം മറ്റൊരു വശമാണെന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത്. അത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ സംഭവിക്കുകയുള്ളൂ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലൂടെ സംഭവിക്കുകയുള്ളൂ.
മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാകുമ്പോൾ അത് പ്രായോഗിക വിദ്യാഭ്യാസമാണ്. സ്വന്തമായ വിദ്യാഭ്യാസ പദ്ധതി തന്നെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ, വികേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനങ്ങൾ, സ്ത്രീ ശാക്തീകരണം, പ്രകൃതിയോട് ചേർന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ, ഇത്തരം ആശയങ്ങളെല്ലാം മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. അതിനെ കൂടി അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തൂണിലും തുരുമ്പിലുമുള്ള ഈശ്വരനെ ഏത് രൂപത്തിലും ആരാധിക്കാൻ കഴിയുന്നൊരു സംസ്കാരം, നിറങ്ങൾ കൊണ്ട് തെരുവുകൾ അലങ്കരിക്കുന്ന ഉത്തരേന്ത്യയിലെ ആഘോഷങ്ങളിൽ മിതത്വം പാലിക്കണമെന്ന് വിശ്വസിക്കുന്ന മലയാളം, ശരീരം സ്വയം വേദനിപ്പിച്ചുകൊണ്ട് ദേവനോടുള്ള അല്ലെങ്കിൽ കടവുളിനോടുള്ള അചഞ്ചലമായ വിശ്വാസം അറിയിക്കുന്ന തമിഴ്, ഇതെല്ലാം ഇന്ത്യയുടെ ഒരു വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഇതിനെ ഒരിക്കലും നമുക്ക് ഏകീകരിക്കാൻ കഴിയില്ല. മുമ്പൊരുവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെയും മുരുകൻ്റെയും ശാസ്താവിൻ്റെയും ദക്ഷിണേന്ത്യയിൽ നിന്നും കാലിയുടെ ബംഗാളിലൂടെ പരമശിവൻ്റെ ഹിമാലയത്തിലെത്തുന്ന ഒരു സംസ്കാരം, അതിനെ ഒരിക്കലും ഏകീകരിക്കാൻ നമുക്ക് കഴിയില്ല. ആ വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളായിട്ട് തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. അത് ഒരു മതത്തിൻ്റെ രൂപമായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി പോയി. അത് ആ വൈവിധ്യങ്ങളൊരു വലിയ ആശയമാണ്, വൈവിധ്യങ്ങൾ വലിയ തെളിവാണ്. അതിനെ ഏകീകരിക്കാൻ ശ്രമിക്കുന്നിടത്താണ് തീവ്രദേശീയതയും വലതുപക്ഷവും രൂപപ്പെടുന്നത്. കാരണം പൂവും കുരുതിയും നിവേദ്യമായി നൽകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു വൈവിധ്യത്തെ ഏകീകരിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് നരേന്ദ്രമോദി തന്നെ തിരിച്ചറിയുക. ക്ഷേത്രങ്ങളിലും പൂജാരിമാരെ ഉപയോഗിച്ച് മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി പലപ്പോഴും ഇസ്ലാമിക ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ ഐക്യമുണ്ട്. പള്ളികളിലോ പുരോഹിതൻ്റെ കീഴിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയമായി ശക്തി പ്രാപിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ആശയം വെച്ചുകൊണ്ട് ഒരു പുരോഹിതന് കീഴിലോ അമ്പലത്തിന് കീഴിലോ ഹിന്ദുക്കൾ ഒന്നിക്കണം എന്നൊരു ആശയമാണ് BJP പുറത്തു കൊണ്ടത്. അത് നമ്മൾ മറ്റൊരു വീട് ചർച്ച ചെയ്യും. എങ്കിൽ പോലും കാടിനെ വസ്ത്രമാക്കുന്ന, നിർമ്മമത്വത്തെ, ത്യാഗത്തെ ആഹാരമാക്കുന്ന സന്യാസി വര്യന്മാരുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ ഒരു മതത്തിന് മേൽ സ്വാധീനം ചെലുത്തുന്ന പുരോഹിതന്മാരുണ്ടാകുന്ന ഒരു ആശയം തീർച്ചയായും വലിയ വൈരുദ്ധ്യമാണ്, ആ ആശയത്തുള്ള വലിയൊരു നിന്ദയാണ്. അപ്പോൾ അത്തരമൊരു ആശയത്തെയാണ് ഗോൾവാക്കർ, അത്തരമൊരു ഹിന്ദുയിസത്തെയാണ് ഗോൾവാക്കർ ഹിന്ദുത്വത്തിലേക്ക് മാറ്റുന്നത്. അത് സവർണന് കീഴിൽ അണിനിരക്കുന്ന ഐക്യത്തിലൂടെ, ആ ഐക്യത്തിലൂടെ രൂപപ്പെടുന്ന ദേശീയത്തിലേക്ക് ഗോൾവാക്കർ ചുരുക്കിയത് ഏകദേശം 1920-ാം നൂറ്റാണ്ട് ആദ്യഘട്ടത്തോടുകൂടി ഖിലാഫത്ത് പ്രസ്ഥാനം പോലുള്ള, ഇന്നിപ്പോൾ ഹമാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അന്നത്തെ ഖിലാഫത്ത് പ്രസ്ഥാനം പോലുള്ള വലിയ രീതിയിൽ അതിനൊരു വളക്കൂറുള്ള മണ്ണാക്കി രാജ്യത്തെ മാറ്റിയിരിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയിലും ബാലഗംഗാധര തിലകലിലും എല്ലാം ഉണ്ടായിരുന്നൊരു ഹൈന്ദവതയെ ഹിന്ദുത്വമാക്കി രൂപപ്പെടുത്തിയ ഗോൾവാക്കർ, ആ ഗോൾവാക്കറെയാണ് തള്ളിപ്പറയാൻ നരേന്ദ്രമോദി തയ്യാറാകുന്നത്. അല്ലെങ്കിൽ ആ ഗോൾവാക്കർക്ക് അപ്പുറത്തേക്ക് പോകേണ്ടതാണ് ഹിന്ദുമതം വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് മറ്റുള്ളവർ വിശ്വസിപ്പിക്കാനെങ്കിലും നരേന്ദ്രമോദി തയ്യാറാണ്. അവിടെ അംബേദ്കർ അടക്കമുള്ളവർ, ശ്രീനാരായണഗുരു അടക്കമുള്ള ബിംബങ്ങളെ എതിർക്കും. ഹിന്ദുമതത്തിലെ ചാതുർവർണ്ണത്തിൻ്റെ, മതതീവ്രവാദത്തിൻ്റെ, മതാധിഷ്ഠിതമായ രാഷ്ട്രവൽക്കരണത്തിലൊരു ഭയപ്പെടുത്തുന്ന അടയാളമാണ് ഗോൾവാക്കർ. ആ ഗോൾവാക്കറെയാണ് ഗാന്ധിജിയെ സ്വീകരിക്കുന്നതിലൂടെ നരേന്ദ്രമോദി പുറത്തു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും. ഒന്നാമത് മാറുന്ന ലോകത്ത് സാമൂഹ്യ മാധ്യമ ക്രമം, ദളിതനും സ്ത്രീയും ക്രിസ്ത്യാനിയും രാഷ്ട്രീയ ചായ്വുകളില്ലാത്ത വാട്സപ്പ്
സാമൂഹിക ജീവികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു പുതിയ വോട്ട് ബേസ് മോദി തിരിച്ചറിയുന്നു. ലോകമെമ്പാടും ജനാധിപത്യത്തിലുള്ള ഒരു വിപ്രതിപത്തി അറിയുന്നു. അത് വലിയ രീതിയിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ അതിന് ബദലാവാൻ എങ്ങനെ കഴിയുമെന്നുള്ള ചിന്തയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നുണ്ട്. അപ്പോൾ സ്വയം മോദി ഉറച്ചു വാക്കുകയാണ്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. പലപ്പോഴും ഗുജറാത്തിൽ നിങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഗുജറാത്തി ജനങ്ങളോട് പറയുന്ന മോഡിയിൽ ഒരു സർവ്വദേശീയതയുണ്ട്. ആർ.എൻ. രവിയും അണ്ണാമലയും എല്ലാം ദ്രാവിഡ രാഷ്ട്രീയത്തിനോട് വഴങ്ങിക്കൊടുക്കാതെ തന്നെ തമിഴ്നാട്ടിൽ പടകൊടുന്നതിൽ ഒരു സാർവദേശീയതയുണ്ട്. അതിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തു തന്നെയായാലും സാർവദേശീയതയിലേക്ക് വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ആ വലതുപക്ഷവൽക്കരണത്തിൻ്റെ വലിയൊരു പ്രയോക്താവായ ഒരു വ്യക്തി സാർവദേശീയതയിലേക്ക് അല്ലെങ്കിൽ ഭാഷയോ ലിംഗമോ ചിന്തകളോ ആശയങ്ങളോ അതിരുകൾ സൃഷ്ടിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ അതിലെ ആത്മാർത്ഥതയെ നമ്മൾ സംശയിച്ചാൽ പോലും വളരെ ഒരു ശുഭസൂചന തന്നെയാണ്. നമ്മൾ മുമ്പ് വീഡിയോ പറഞ്ഞു BRS ആയതൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. ഒന്നാമത് നരേന്ദ്രമോദിക്ക് ആഗോളതലത്തിലുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുന്നു. അത് ഇസ്ലാമിക തീവ്രതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഒരു യാഥാർത്ഥ്യങ്ങൾ, അത് ഹോർമൂസ് കടലിടുക്ക് മുതൽ റെഡ് സീ മുതൽ സുയസ് കനാൽ മുതൽ കൊളംബോയും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടുന്ന പാകിസ്ഥാനും താലിബാനും ഇപ്പോഴുള്ള ഹമാസും എല്ലാം ഉൾപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ പോലൊരാൾ ആവശ്യമാണ് എന്നുള്ളത് യൂറോപ്പ് തിരിച്ചറിയുന്നു. ആ യൂറോപ്പ് തിരിച്ചറിയുമ്പോൾ പോലും CAA മുതൽ രാമക്ഷേത്രം വരെയുള്ളവ പശ്ചാത്തലമാക്കിക്കൊണ്ട് തന്നെ ഒരു വിശ്വമാനവനാവാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരളവോളം ഒരു ശുഭസൂചന തന്നെയാണ്. അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്ന ദേശീയത, ഒരു സാർവദേശീയത തനിക്ക് ആവശ്യമാണ് എന്നുള്ളത് നരേന്ദ്രമോദി തിരിച്ചറിയുമ്പോൾ ഇത് ഒരുപാട് വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും ഇത്തരമൊരു മാനസികാവസ്ഥ എത്താൻ കഴിയുമ്പോൾ ബിൻ സൽമാൻ്റെ കാര്യം പറഞ്ഞ പോലെ ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങളിലൂടെ ഭരണം നിലനിർത്താമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും അത്തരം മാനസികാവസ്ഥയിലേക്ക് വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എത്തേണ്ടി വരുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം തന്നെയാണ്. അവിടെ നമ്മൾ നമ്മുടെ വിശകലനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചില തീരുമാനങ്ങളിലേക്ക്, നേരത്തെ പറഞ്ഞ ചില സംഭവ വികാസങ്ങളിലേക്ക് എത്തി. ബോംബെയിൽ ഈ അടുത്തായിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, സ്ത്രീ കേന്ദ്രീകൃത നഗരവൽക്കരണം, അതിന് ഔദ്യോഗികമായി തന്നെ നിലപാടുകളെടുക്കുക, സ്ത്രീകളുടെ തൊഴിൽ സമയം അതിനനുസരിച്ചുള്ള, കാരണം രാത്രി വൈകി ജോലി കഴിഞ്ഞ് എത്തുന്നവർക്ക് സുരക്ഷിതമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാമൂഹിക സാഹചര്യം, അത് അക്രമമോ അരക്ഷിതാവസ്ഥയേക്കാൾ കൂടുതൽ സാമൂഹികമായ സാഹചര്യം, ആ സാമൂഹിക സാഹചര്യങ്ങൾ മാറിക്കൊണ്ട് ഒരു നഗരത്തിൻ്റെ മൊത്തം സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് സമയത്തും ഏത് രീതിയിലും ഏറ്റവും സൗകര്യത്തോടെ ഒരു സ്ത്രീക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് മുംബൈ നഗരം എത്താൻ പോകുന്നു അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അതിന് ഔദ്യോഗികത്തിന് ആ പദ്ധതി നടക്കുന്നു. അവിടെയാണ് നമ്മൾ ഏറ്റവും പറഞ്ഞ മഹാത്മാഗാന്ധിക്ക് വീണ്ടും വെക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിലേക്ക് നഗരവൽക്കരണം, വികേന്ദ്രീകരണം, ആ നഗരവൽക്കരണം എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന നഗരവൽക്കരണം, പ്രത്യേകിച്ചും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട നഗരവൽക്കരണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്ത്രീകളും ലിംഗന്യൂനപക്ഷങ്ങളും പൊതുയിടങ്ങൾ കീഴടക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞ സൗദി അറേബ്യയുടെയും നരേന്ദ്രമോദിയുടെയും സാമ്യതകൾ കണ്ടിട്ട് ഡ്രൈവിംഗ് വിപ്ലവത്തെ വലിയ രീതിയിൽ അടിച്ചൊതുക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതിലെ തിന്മയെ നമ്മൾ എതിർക്കുമ്പോൾ പോലും ഒരു വാണിജ്യവൽക്കരണമായ ലോകം തുറന്നിടുമ്പോൾ തന്നിൻ്റെ ഉള്ളിലെ മതപരമായ യാഥാസ്ഥികതയെ പൊളിച്ചു കളഞ്ഞ് തീരുവെന്നുള്ള തീരുമാനത്തിലേക്ക് MBS എത്തുന്നതിന് സമാനമായ രീതിയിലേക്കാണ് നരേന്ദ്രമോദി വരുന്നത്. അപ്പോൾ
സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലും നേരത്തെ പറഞ്ഞ സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ ഈ നയങ്ങളിലേക്ക് പോകേണ്ടി വരും. ഹരിതയും ഉമർ ഫൈസി മുക്കും ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് അവരും എത്താൻ നിർബന്ധരാവുന്നു എന്നുള്ളത് ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. മഹാത്മാഗാന്ധിയിലേക്ക് എത്താൻ നരേന്ദ്രമോദി തീരുമാനിക്കുമ്പോൾ സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ സ്വീകാര്യമായ പ്രത്യാഘാതങ്ങളാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിലേക്ക് എത്തുകയാണ്. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ വരുന്നു. അവിടെ നമ്മളിപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ത്യയിലെ മരുന്ന് കമ്പനികളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യം വരുന്നു. ബിൽഗേറ്റ്സിൻ്റെ മരുന്ന് കമ്പനികൾ അല്ലെങ്കിൽ ബിൽഗേറ്റ്സിൻ്റെ നേതൃത്വത്തിലുള്ള മരുന്ന് മാഫിയ എങ്ങനെ മനുഷ്യനൊരു ഗിനിപ്പകിന് സമാനമായി ഉപയോഗിക്കുന്നു, ഇതെല്ലാം നമുക്ക് പുറത്തു വരുമ്പോൾ ഗ്രീൻ വാഷിംഗ് എന്ന സിദ്ധാന്തത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് കൊക്കക്കോള കമ്പനി മുതൽ എൻഡോസൾഫാൻ വരെയുള്ളവ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്ഥലമേറ്റെടുക്കാൻ കേരളയിലൊക്കെ വരുന്ന സമയത്ത് ആ ഗ്രീൻ വാഷിംഗ് പോലുള്ള സിദ്ധാന്തങ്ങൾ നേരത്തെ പറഞ്ഞ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീയോടൊപ്പം തന്നെ ഗ്രീൻ വാഷിംഗ് പോലുള്ള സിദ്ധാന്തങ്ങൾ ചാരിറ്റി നടത്തി പ്രകൃതി ശോഷണം, പ്രകൃതിയെ കുത്തിമുറിക്കുന്ന കീറി മുറിക്കുന്ന ഒരു വലിയ പ്രക്രിയ, അത്തരം പ്രക്രിയകളെല്ലാം ചർച്ചയാവുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ആവർത്തിക്കുന്നു, ഫിഷ് കിൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു, പ്രകൃതിയുടെ താളം നഷ്ടപ്പെട്ടിട്ട് ഭക്ഷ്യവ്യവസ്ഥ തന്നെ തകർന്ന് തകിടം വരുന്നു. അപ്പോൾ ഗ്രീൻ വാഷിങ്ങും പൊതു ഇടങ്ങൾ കീഴടക്കുന്ന സ്ത്രീകളുമെല്ലാം തിരിച്ചെത്തുക. അപ്പോൾ നരേന്ദ്രമോദി തിരിച്ചെത്തുമ്പോൾ ഇത്തരം സാമ്പത്തിക സാമൂഹിക മഹാത്മാഗാന്ധി തിരിച്ചെത്തുമ്പോൾ ഇത്തരം സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥകളാണ് മാറുന്നത്. പുരോഗമനമായ കാഴ്ചപ്പാടുള്ള വികേന്ദ്രീകൃതമായ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന എല്ലാത്തിനെയും സ്വാംശീകരിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ലോകക്രമം തന്നെ മാറുകയാണ്. കാരണം നരേന്ദ്രമോദി ഭരണത്തിൽ തുടരേണ്ടത് പാശ്ചാത്യ ലോകത്ത് അനിവാര്യമായതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വലതുപക്ഷവൽക്കരിക്കപ്പെടാത്ത രീതിയിലേക്ക് നരേന്ദ്രമോദി പോകുമ്പോൾ ലോകത്തിൻ്റെ ചിന്തകൾ തന്നെ വലിയ മാറ്റം വരുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. നമ്മളുടെ സുനാമി മുതൽ കൊറോണ വരെയായി ഈ പ്രകൃതി ശോഷണം, പ്രകൃതിയോടുള്ള നമ്മുടെ കയ്യേറ്റം അത് പല രീതിയിൽ നമുക്ക് തിരിച്ചടിക്കുന്ന നിൽക്കണം. കാരണം ഗാന്ധിജിയുടെ പദ്ധതികൾ അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത എല്ലാ അർത്ഥത്തിലും കൈവരുന്നു എന്നുള്ളതിന് ഇതിൽ കൂടി തെളിവുകളില്ല. അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തിയവർക്ക് പകരമായി VPS പറയുന്ന കേരളത്തിലുണ്ട്. ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ബദലായി ആർഷവുമുണ്ട്. ശാന്തിനികേതന് പകരമായി നമ്മൾ കാണുന്നത് ഉമർ ഖാലിദിനെയും ഷിജു ഖാനെയും KK രാഗേഷിനെല്ലാം. ഇതെല്ലാം കേരളം പോലൊരു സമൂഹത്തിലാണ് ഇന്ന് സംഭവിക്കുന്നത്. വികേന്ദ്രീകൃത വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീയുള്ളൊരു സമ്പദ് വ്യവസ്ഥയുടെ ഇങ്ങേ വശത്ത് ഈ ആശയങ്ങളെ ഏറ്റവും ശക്തമായി ഉൾക്കൊണ്ട ഒരു സംവിധാനം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യക്ക് തിരഞ്ഞെടുപ്പ് കിട്ടിയാൽ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം എങ്കിൽ പോലും ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഏകാധിപത്യത്തിലേക്ക് വഴിമാറാത്ത ലോകത്തെ വിരലെണ്ണാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്ന്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്ന് ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള കേരളം പോലൊരു സംസ്ഥാനത്താണ് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ. ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആശയം അടുക്കളയിൽ നിന്ന് അരങ്ങേറ്റത്തേക്ക് നടന്നത് കേരളത്തിലാണ്. അവിടെയാണ് VPS ഉള്ളത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന കേരളത്തിലാണ് നരബലി നടക്കുന്നത്. ഇത് തന്നെയാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം കോൺഗ്രസ് പ്രസ്ഥാനവും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം ചർച്ചയാവുന്നത് ഈ ഘട്ടത്തിലാണ്. നരേന്ദ്രമോദിക്ക് പോലും ഗാന്ധിയുടെ വഴിയിലേക്ക് എത്തേണ്ടി വരുമ്പോൾ കോൺഗ്രസിനും അതേ വഴി സ്വീകരിക്കാതെ നിവൃത്തിയില്ല എന്നുള്ള അതിലോട്ട് തെളിയിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ ഊന്നൽ കൊടുത്താൽ മാത്രം സംഭവിക്കുന്നതാണ് സാമൂഹിക വിപ്ലവം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളം. ആ കേരളത്തിലാണ് ഈ പറഞ്ഞ ഉദാഹരണം. അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം. ഈ ഉദാഹരണങ്ങൾ ഇവിടെ പറയാൻ കാരണം ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പ്രാദേശികവാദങ്ങൾ വൈകാരികമായ ഒരു ഒഴുക്ക് സൃഷ്ടിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തും. ആ അടിസ്ഥാന വിഷയങ്ങൾ ഒന്നാണ് നേരത്തെ പറഞ്ഞില്ല ആന്ധ്രാപ്രദേശും തെലങ്കാനയും തമ്മിലുള്ള വിഭവങ്ങളുടെ പേരിലുള്ള യുദ്ധം. ഭാഷാടിസ്ഥാനത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് രൂപപ്പെട്ട ഒരു പ്രസ്താവ സംസ്ഥാനമാണ്. പക്ഷെ അവരിന്ന് തർക്കിക്കുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഭാഷയല്ല, വിഭവങ്ങൾ. അപ്പോൾ അടിസ്ഥാന വിഷയം ആണ് അവിടെ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആർഷോയും കെ രാഗേഷും VP സുഗ്രീവും എല്ലാം പ്രതിനിധാനം ചെയ്യുന്നത് പൂർത്തീകരിക്കപ്പെടാതെ പോയ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ. ആ ആശയങ്ങൾ എന്ന് പറയുന്ന അടിസ്ഥാന വിഷയങ്ങൾ, മതത്തിനും ജാതിക്കും അപ്പുറത്തുള്ള അടിസ്ഥാന വിഷയങ്ങൾ, ആ അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ, മനുഷ്യൻ്റെ സാമൂഹികമായ ആവശ്യങ്ങൾ എത്തുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആന്ധ്രയും തെലങ്കാനയും തമ്മിലുള്ള പ്രശ്നം. ഭാഷാടിസ്ഥാനത്തിൽ അതിവൈകാരികതയുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ ഇന്ന് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷയുടെ പേരിൽ അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതും ഒരു അടിസ്ഥാനപരമായ ആശയം നിറവേറ്റുമെന്നാണ്. സൗദിയും ഇറാനും എത്യോപ്യയിൽ പരസ്പരം കലഹിക്കുന്ന ഗോത്രങ്ങളും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുമെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് മാറും. അത് മോഡി തിരിച്ചറിയുന്നുണ്ട്. കർഷക സമരവും മണിപ്പൂരും ഉത്തർപ്രദേശിലെ 4 ജില്ലകൾക്ക് വേണ്ടി തൊഴിൽ കൈയേറ്റ് നടക്കുന്ന ബ്രിഡ്ഭൂഷൻ്റെ ചെയ്തികളുമെല്ലാം ശ്രദ്ധിക്കാതെ വിട്ടാൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മോഡിക്ക് നല്ല ബോധ്യമാണ്. ഒരുപക്ഷെ ഈ ധ്യാനത്തിൽ മോഡിക്ക് പോകേണ്ടി വന്നു തന്നെ അതുകൊണ്ടായിരിക്കും. വിലക്കയറ്റവും കാലാവസ്ഥാ വ്യതിയാനവും ലിംഗസമത്വവും വിദ്യാഭ്യാസ നിലവാരവുമെല്ലാം വിഷയമാവുന്ന തിരഞ്ഞെടുപ്പുകൾ വന്നേ തീരും. അത്തരം തിരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ എത്തിയോ എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ ചർച്ച. വിഭാഗതിയിൽ നിന്ന് വൈവിധ്യങ്ങളിലേക്കുള്ളത് വിശാലമായൊരു വഴിയാണ്. അത് കാശിയിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിനാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഉരുവപ്പെടുന്ന ആ ഇടവഴികളാണ് പ്രാദേശികത എന്ന് പറയുന്നത്. ആ ഇടവഴികളിൽ കുറച്ച് വഴികളിൽ മാത്രമാണ് വെളിച്ചമുണ്ടാകുന്നത്. മറ്റു വഴികളെല്ലാം ഇരുട്ടാണ്. അവിടേക്ക് ആളുകൾ പോകാറില്ല, ഉള്ളവർക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ സാമൂഹികമായ അരക്ഷിതാവസ്ഥ എന്ന് ഇംഗ്ലീഷിൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അവിടെ LTTയും SDPIയും ഉണ്ട്, നക്സലൈറ്റ് ഉണ്ട്, കുത്തക മുതലാളിയുണ്ട്, എൻഡോസൾഫാനും പ്രജ്വൽ രേവണിയും പ്രളയവും പകർച്ചവ്യാധിയുമുണ്ട്. ജപ്പാനിലെ രാജവംശത്തെ ആരാധിക്കുന്ന വലതുപക്ഷക്കാരുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെങ്കോലും പത്മശ്രീ ലഭിക്കുന്ന തമ്പുരാട്ടിമാരും കേരളത്തിലെ തമ്പുരാട്ടിമാരും. അത് വളരെ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഇന്നലകളിലേക്ക് ചെന്നുകൊണ്ട് വൈകാരികത ഉദ്ദീപിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള രാഷ്ട്രീയമായ നിലനിൽപ്പ് നേടാൻ കഴിയുമെന്നുള്ള വലതുപക്ഷ ചിന്താഗതി, ആ ചിന്താഗതിയുടെ ഒരു പാളിച്ച അല്ലെ ആ ചിന്താഗതിയുടെ പരാജയമാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും തമ്മിലുള്ള വിഷയം തർക്കം തെളിയിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ സാമൂഹ്യമായ അരക്ഷിതാവസ്ഥ സംഭവിക്കുന്നു. ആ സാമൂഹ്യമായ അരക്ഷിതാവസ്ഥ നേരത്തെ പറഞ്ഞ ആർഷോമും VP സുഗ്രീവല്ല. അവിടെയാണ് നമ്മൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കും. അപ്പോൾ കടുത്ത വലതുപക്ഷവാദിയായ ഒരു വ്യക്തി സാർവദേശീയ ബിംബങ്ങളെ അങ്ങോട്ട് ചെന്ന് കാണുക. നരേന്ദ്രനെ തൻ്റെ അതേ പേരുള്ള ഒരു സന്യാസിയെ മോചിപ്പിക്കുകയാണ് നരേന്ദ്രമോദി. ഒരു മതത്തിൻ്റെ പ്രചാരകനോ ഒരാശയത്തിൻ്റെ പ്രചാരകനോ അല്ല എന്ന് ലോകത്തോട് വിവേകാനന്ദയെക്കുറിച്ച് വിളിച്ചു പറയാൻ നരേന്ദ്രമോദി ബാധ്യസ്ഥനാവുക. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലം വരുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥയാണ്.
നബോൾക്കറും മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫ്രെഡ് ഹാംപ്ടൺ, സൽമാൻ റുഷ്ദിയും ജോസഫ് മാഷും സംഭവിച്ചത് ആധുനിക സമൂഹത്തിലാണ്. ഇതെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ചത്. യൂറോപ്പ് ഒരു പുരോഗമന ശക്തിയായി തങ്ങളുടെ കൊളോണിയൽ ഇന്നലകളെ ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു തുടങ്ങി യൂറോപ്യൻ ജനത ചിന്തിച്ചു തുടങ്ങിയ ശേഷം സംഭവിച്ചതല്ല. ഇതിൽ ഫ്രെഡ് ഹാംപ്ടൻ്റേത് ഏകദേശം 1979 69 ആണ് കള്ളക്കേസുണ്ടാക്കി വെടിവെച്ചു. ബാക്കിയെല്ലാം കഴിഞ്ഞ ഒരു 50 വർഷത്തിൽ 79 75 ആയിരിക്കും. എന്നാൽ തന്നെയും അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയുടെ ചെച്നിയയിലെ കാഡ്രോവും അമേരിക്കയും ഇറാഖിലെ സദാമും പോലെ നിയുക്ത ഭാരവാഹികൾ തിരിച്ചടിക്കുമെന്ന് മോഡി തിരിച്ചറിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ വലതുപക്ഷവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിംബങ്ങൾ, അത് റഷ്യ ഉപയോഗിച്ചതാവാം, അമേരിക്ക ഉപയോഗിച്ചതാവാം, സദാം ഹുസൈൻ ആവാം, ചെച്നിയയിലെ പ്രസിഡൻ്റ് ആവാം, ബിൻ ലാദൻ ആവാം, ഇവരെല്ലാം തിരിച്ചടിക്കുമെന്നുള്ളതിന് അമേരിക്ക തന്നെ വലിയൊരു തെളിവാണ്. ആ തിരിച്ചറിവിലേക്കാണ് നരേന്ദ്രമോദി എത്തുന്നത്. ആ തിരിച്ചറിവ് എത്തുന്നതിലൂടെ ഒരു സർവദേശീയ ബിംബത്തെ പുൽകാൻ നരേന്ദ്രമോദി നിർബന്ധരാകും. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ച ഈ പറഞ്ഞ സംഭവങ്ങൾ വലതുപക്ഷവൽക്കരണത്തിൻ്റെ തെളിവാണ്. ആ വലതുപക്ഷവൽക്കരണത്തിൽ നിന്ന് 21ാം നൂറ്റാണ്ടിൽ രണ്ടാം ദശകത്തിൽ സ്വയം മോചിപ്പിക്കാൻ കന്യാകുമാരി നിന്ന് പോർബന്തറിലേക്ക് നരേന്ദ്രമോദി പോവുകയാണ്. അവിടെ നേരത്തെ പറഞ്ഞ വലതുപക്ഷവൽക്കരണത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടുവോ എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ അവിടെ നിന്നിട്ട്. കാരണം അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. വലതുപക്ഷവൽക്കരണത്തെ നേരിടാൻ താൻ തയ്യാറാണ് എന്ന് ലോകത്തെ ബോധിപ്പിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നിടത്തുനിന്നാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ. തിരഞ്ഞെടുപ്പ് വലതുപക്ഷം നമ്മൾ പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ബിന്ദൻ ബാലിയുടെ മകനൊക്കെ ജയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. തെലങ്കാനയിൽ തെലുങ്ക് വികാരം ഉയർത്തിയാണ് ചന്ദ്രബാബു നായിഡു ജയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ദ്രാവിഡ ആശയങ്ങൾ തന്നെ വിജയിക്കും. ഒഡീഷയിലായാലും സിക്കിമിലായാലും പ്രാദേശിക വികാരങ്ങൾക്ക് വലിയ പങ്കാണ്. അപ്പോൾ പൂർണ്ണമായും വലതുപക്ഷവൽക്കരണത്തിൽ മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പ്രാദേശികവാദങ്ങൾക്ക്, പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോഴും പ്രാദേശിക വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണമെന്ന് കടുത്ത വലതുപക്ഷവാദിയായ ഭരണഘടനാ സ്ഥാപനങ്ങളെ ജനാധിപത്യ വിരുദ്ധമായ ശൈലിയിൽ ഉപയോഗിക്കാൻ മടിയില്ലാത്തൊരു വ്യക്തി തന്നെ അത്തരമൊരു ചിന്തയിലേക്ക് എത്തുന്നു എന്നിടത്താണ് കന്യാകുമാരി വഴി പോർബന്തർ വഴി നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് എത്തും. എന്താണ് തിരഞ്ഞെടുപ്പ് ഫലം? അതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉത്തർപ്രദേശിലെ ജാതി സമവാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഉപയോഗിച്ച് അതെല്ലാം മറികടക്കാം എന്ന് ചിന്തിച്ച മോഡിയുടെ നയം അത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയുന്നത്. മോഡിയുടെ വോട്ടിപ്പോൾ നമുക്ക് കാണാം. പിന്നെയുള്ളത് കർഷക ബില്ലുകളും മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷകരടക്കമുള്ള കർഷക ബില്ലുകളും ഗുസ്തിക്കാരുടെ പ്രതിഷേധം. ഹിന്ദി ഹൃദയഭൂമിയിൽ അത് വലിയൊരു തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് എന്നെടുത്തത് എന്നാണ് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ആരംഭിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അടിസ്ഥാന വിഷയങ്ങൾ കൃഷി, സ്ത്രീ സുരക്ഷ, സാമൂഹിക സുരക്ഷ, ഈ 3 വിഷയങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുമെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. രാമക്ഷേത്രം പോലെയൊരു സംഭവം നടന്നതിന് ശേഷം അതേ മണ്ഡലത്തിൽ പരാജയപ്പെടുകയും അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ അപ്രതിരോധ്യൻ അല്ലെങ്കിൽ അജാട ശത്രു എന്നൊക്കെ പറയാവുന്ന ഒരു പ്രധാനമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ വലിയ വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഗാന്ധി പറഞ്ഞ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രാഷ്ട്രീയത്തിൽ നമ്മൾ എത്തുകയും സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സൗഹൃദ സാമ്പത്തിക ശാസ്ത്രം, കർഷകന് ശക്തി ലഭിക്കുന്ന വികേന്ദ്രീകരിക്കപ്പെട്ട ഒരു ഭരണഘടനാ സംവിധാനത്തിൻ്റെ
ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ഭരണശൈലിയുടെ പ്രാധാന്യത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എത്തുന്നതിൻ്റെ തെളിവാണ്. കന്യാകുമാരിയിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് എത്തിയതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും വന്നതെന്നുള്ളത് നിമിത്തമായിരിക്കും. എങ്കിൽ പോലും അതൊരു വലിയ തിരിച്ചറിവാണ്. ഇന്ത്യക്ക് ഭക്ഷണം തരുന്നത് ഇന്ത്യയിലെ സ്ത്രീ, അത് മെഡൽ നേടിക്കൊടുത്ത ഗുസ്തിക്കാർ ആരും ആയിക്കോട്ടെ, ബൾക്കീസ് ബാനു അടക്കമുള്ള വിഷയങ്ങളുണ്ട്. മണിപ്പൂരിൽ നടന്ന വർഗീയ കലാപം, ഇത് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ടതും മതേതരവുമായി ബന്ധപ്പെട്ടതും മതേതരത്വവുമായി ബന്ധപ്പെട്ടതും കർഷകർ അന്നദാതാക്കൾ. അപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യത്തെ രൂപപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക സ്വയം പര്യാപ്തതയിൽ ഇന്ധനങ്ങളാവേണ്ട, അതിൽ പ്രാമുഖ്യം ലഭിക്കേണ്ട ആളുകൾ, കർഷകർ, സ്ത്രീകൾ, അവരെ ഉൾക്കൊള്ളുന്നൊരു സാമൂഹിക പദ്ധതി, ഇത് മൂന്നും വിജയിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ BJP കുറഞ്ഞ സീറ്റുകൾ. ജാതി സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി ജയിച്ചതെങ്കിൽ പോലും വലിയൊരളവോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഭരണാധികാരി എന്നത് ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണെന്ന് ജനങ്ങൾ പറഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമായ സന്ദേശം ലഭിച്ചുണ്ട്. തമിഴ്നാട് ഒഴിച്ചുള്ള എല്ലാ ഇടങ്ങളിലും ഏകാധിപത്യവും സ്വജനപക്ഷപാതവും പരാജയപ്പെട്ടിട്ടുണ്ട്. വിശ്വാസവഞ്ചന മാപ്പർഹിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് മഹുവ മൊയ്ത്തിയെ വിജയിപ്പിച്ചിട്ടും കേജ്രിവാളിനെ ഡൽഹിയിൽ തോൽപ്പിച്ചുകൊണ്ട് ഹരിയാനയിൽ കേജ്രിവാളിനെ സീറ്റ് കിട്ടിയപ്പോഴും ജനം തെളിയിച്ചിരിക്കുന്നു. മഹുവ മൊയ്ത്തയ്ക്ക് ലഭിച്ച വോട്ടും കർഷകർക്ക് ലഭിച്ച പിന്തുണയുമെല്ലാം ഒരേ തരത്തിലുള്ളതാണ്. ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ നൽകുന്ന പിന്തുണ, നമ്മൾ KK രമയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു, അതേ പിന്തുണ തന്നെയാണ് മഹുവ മൊയ്ത്തയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ആ വ്യക്തിക്കുള്ളൊരു പിന്തുണയല്ല. ജനാധിപത്യ സംവിധാനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ നൽകുന്ന പിന്തുണ, ആ പിന്തുണ കേജ്രിവാളിന് ലഭിച്ചില്ല എന്നിടത്ത് കേജ്രിവാൾ ജനങ്ങളോട് കാണിച്ച വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷയായിട്ട് നമുക്ക് കാണാൻ കഴിയും. വലിയൊരു ബദലായി ഉയർന്നു വന്നൊരു വ്യക്തി ജനങ്ങളെ വഞ്ചിച്ചതിൻ്റെ പ്രതിഷേധം അത് നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ പോലും നഗരങ്ങളിൽ സാമൂഹ്യ അസമത്വങ്ങൾ വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരാത്തിടത്ത് BJPയുടെ വോട്ട് അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ലോകത്തെമ്പാടും നഗരങ്ങളും ഗ്രാമങ്ങളും രണ്ട് രീതിയിലാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് നൽകാൻ. നഗരങ്ങളിൽ മാത്രമല്ല പൊതുവെ എല്ലായിടത്തും BJPയുടെ വോട്ടുകൾ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുള്ളതും വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇത് ഒരു തിരിച്ചറിവാണ് എല്ലാവർക്കും. ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന് BJP തീരുമാനിച്ചാൽ തങ്ങൾക്ക് മുകളിലേക്ക് മോഡി വരേണ്ട എന്ന് RSS തീരുമാനിച്ചാൽ നോർത്ത് ഈസ്റ്റിലും കർഷക ബെൽറ്റിലും BJP തിരിച്ചറിയും. BJPയെ തോൽപ്പിക്കാൻ നൽകിയ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹം തിരിച്ചു നൽകിയാൽ കേരളത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും മറ്റു പല പ്രാദേശിക പ്രസ്ഥാനങ്ങളിലേക്കും. അപ്പോൾ ഇത്തരം സാമൂഹ്യ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് എത്രമാത്രം ഗുണപരമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രീണന നയത്തിലേക്ക് പോകാതിരിക്കാൻ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇത് അവരെ പ്രേരിപ്പിക്കുമെന്നുള്ളത് പോലെ തന്നെ കടുത്ത വലതുപക്ഷവൽക്കരണത്തിലേക്കും തീവ്ര ഹിന്ദുത്വത്തിലേക്കും പോകാതിരിക്കാൻ അത് RSSൻ്റെ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മറികടന്ന് പോകാതിരിക്കാൻ മോഡിയെയും അത് പ്രേരിപ്പിക്കും എന്നുള്ളത് ഒരർത്ഥത്തിൽ സ്വീകാര്യമായ ഒരു കാര്യമാണ്. അവിടെയാണ് ഒഡീഷയും സിക്കിമിലേക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ഉള്ള ഒരു സന്ദേശമാണ്. കാരണം ഏകാധിപത്യ പ്രവണത കാഴ്ചവെച്ച എല്ലാവരും, ഒരുപക്ഷെ സ്റ്റാലിൻ ഒഴിച്ച എല്ലാ ആളുകളും വലിയ രീതിയിൽ പരാജയപ്പെട്ടില്ല. DK സുരേഷും YSRും പരാജയപ്പെട്ടു. അവരെ പരാജയപ്പെടുത്തുമ്പോൾ എല്ലാം ഏകാധിപത്യ പ്രവണത ഇല്ലാത്തവരാണ് എന്നുള്ളതല്ല, ഏകാധിപത്യ പ്രവണത ഉള്ള ഭരണകൂടങ്ങളെ ജനങ്ങൾ തോൽപ്പിച്ചിരിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡും കൂടിയുള്ളൊരു സന്ദേശം. ജോസ് കെ മാണിയും വീരേന്ദ്രകുമാറും എല്ലാം അടങ്ങുന്ന ഒരു വലിയ സംഘം
അവരെ കാത്തിരിക്കുന്നു. മൻമോഹൻ സിംഗിന് മേൽ സമ്മർദ്ദം ചെലുത്തിയ ഒരു പ്രകാശ് കാരാട്ട് അവരെ കാത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ സഹതാപ തരംഗങ്ങളിൽ ജനങ്ങൾ ആത്മാർത്ഥ തിരിയുമെന്നുള്ളതിന് ചന്ദ്രബാബു നായിഡു ഒഴിച്ചിട്ടുള്ളവരെല്ലാം കേജ്രിവാളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ ഡൽഹിയിൽ ജയിക്കാത്തവർ ഗന്ധി ഹൃദയഭൂമിയുടെ മറ്റിടങ്ങൾ ജയിക്കുന്നത് കാർഷിക ജാതി സമവാക്യത്തോടൊപ്പം തന്നെ കാർഷിക സമവാക്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. സ്ഥാപിതമായ ഭരണഘടനയ്ക്ക് മേലെ പോകാൻ ഒരു ഭരണാധികാരിയും അനുവദിക്കാത്തൊരു പൗരസമൂഹം, പട്ടിണി മാറ്റാൻ ചെങ്കോലുകൾ നൽകിയാൽ സ്വീകരിക്കാത്ത ഒരു പൗരസമൂഹം ഉണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെയാണ് വനവാസം പാതി വഴി ഉപേക്ഷിച്ച് ശ്രീരാമൻ ജൂൺ 4 തീയതി അയോധ്യയിലേക്ക് എത്തി. കാരണം ആശയങ്ങളെ വ്യക്തികൾ പ്രതിനിധീകരിക്കണം. ആ വ്യക്തി ഒരിക്കലും ആശയമായി മാറരുത്, അല്ലെങ്കിൽ ആശയത്തിൻ്റെ പ്രതിനിധി താനാണെന്ന് ഇതിലേക്ക് മാറരുത്. പലപ്പോഴും മഹാത്മാഗാന്ധിയോട് കുറിച്ചുള്ള ഒരു വിമർശനമായി വന്നത് ഒരു വലിയ ആശയത്തെ തന്നിലേക്ക് ചുരുക്കുന്ന രീതിയിൽ പലരും അദ്ദേഹത്തെ ധരിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല, താൻ പ്രതിദാനം ചെയ്യുന്ന മഹത്തായ ആശയമാണ്, ആ മഹത്തായ ആശയത്തിൻ്റെ പ്രതിനിധി മാത്രമാണെന്നുള്ളത് ധാരണ അദ്ദേഹം സ്വയം വെച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ആ ധാരണയിലേക്ക് എത്താൻ തന്നെ അമാനുഷികളിൽ നിന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ കഠിനമായ പരീക്ഷയിലൂടെ കടന്നു പോവുകയും ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ആശയങ്ങളെ വ്യക്തികൾ പ്രതിനിധീകരിക്കുക, അല്ലെങ്കിൽ വ്യക്തികൾ ആശയങ്ങളിൽ പ്രതിനിധികളാവുക. അപ്പോഴാണ് അവിടെ യഥാർത്ഥ ദൈവ സാന്നിധ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടാകും, ഈശ്വര ചൈതന്യം. ആ ദൗത്യം സ്വയം തിരുത്താനുള്ള, സ്വയം വിപുലീകരിക്കാൻ ആ ദൗത്യം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഗാന്ധിജിക്കായാലും മണ്ടേലക്കായാലും മാർട്ടിൻ ലൂതർ കിങ്ങിനായാലും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാം അപൂർവമായ വ്യക്തികൾ തന്നെയാണെന്നുള്ളത് ഒരു തിരിച്ചറിവിലേക്ക് അവർ സ്വയം എത്തി എന്നുള്ളവർക്കാണ് അവരുടെ പ്രാധാന്യം. അവിടെയാണ് സാർവദേശീയതയിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിയുടെ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നത്. BJPയുടെ വോട്ട് ശതമാനവും സ്വാധീനവും ഒരു രീതിയിലും ചോർന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിൽ പോലും, കേരളവും തമിഴ്നാടും അടക്കമുള്ള മണ്ഡല പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ BJP കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് സീറ്റുകളുടെ എണ്ണമായാലും അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം നോക്കിയാലും നമുക്കത് കാര്യം വളരെ ഗൗരവത്തിൽ നമുക്ക് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് സ്വയം തിരുത്താനുള്ള അവസരമാണ് BJPക്കും കോൺഗ്രസിനും. കർഷകരും സ്ത്രീയും രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയവരും തോൽക്കാതിരിക്കാനാണ് BJPക്ക് ഒരു താക്കീത് ജനങ്ങൾ നൽകിയത്. യൂണിയൻ സിവിൽ കോഡ് അടക്കമുള്ള പുരോഗമന ആശയങ്ങളിൽ നിന്നും അകന്നാൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്, കോൺഗ്രസിന് ജനങ്ങൾ നൽകാൻ കാത്തുവെച്ചിരിക്കുന്നത് ഇതിനും വലിയ പരാജയം. സെൻസസും കാസ്റ്റ് സെൻസസും ഉൾപ്പെടെയുള്ള സാമൂഹിക ദൗത്യങ്ങൾ നിർവഹിക്കാൻ BJP നിർബന്ധരാകുക. ദളിത് വോട്ടുകൾ എന്ന ചൂഷണ രാഷ്ട്രീയവും അതുവഴി വെല്ലുവിളിക്കും. കാരണം ദളിത് വോട്ടുകൾ നേരിട്ട് ആകർഷിക്കാൻ BJP നിർബന്ധരാകുന്നതോടെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടം അവർ നേരിട്ട് ഏറ്റെടുക്കേണ്ടി വരും. നിതീഷ് കുമാറിൻ്റെ പ്രേരണയാലല്ലാതെ, ഭീഷണിയാലല്ലാതെ തങ്ങൾ ചെയ്തതാണെന്ന് സ്ഥാപിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അത് വലിയ മാറ്റം വരുത്താൻ കഴിയില്ല. ഇതൊരു ഒരു നിമിത്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഗാന്ധിജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മോഡി സംസാരിക്കുന്നതും വിവേകാനന്ദ പാതയിലേക്ക് പോകുന്നത്. അവിടെ തിരിച്ചെത്തുന്ന മോഡിക്ക് അതേ ആശയങ്ങൾ സ്വീകരിക്കാൻ മോഡി നിർബന്ധനാവുക. കർഷകരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു. സ്ത്രീ ശാക്തീകരണവും കർഷകരുടെ വോട്ടുകളും ദളിത് വോട്ടുകളുമെല്ലാം വോട്ടുകൾ എന്നുള്ള രീതിയിലല്ലാതെ സാമൂഹിക നിക്ഷേപമായി
സമീപിക്കാൻ മോഡി നിർബന്ധരാവുകയാണ്. അതിന് തിരഞ്ഞെടുപ്പ് പരാജയവും സഖ്യകക്ഷികളുടെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തിയതോടെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദമെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മോഡിയെ സമ്മർദ്ദം ചെലുത്തി. എന്നാലും കൂട്ടുകക്ഷികൾ വികേന്ദ്രീകൃത സംവിധാനം തുടങ്ങിയ ജനാധിപത്യ ആശയങ്ങളെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ വിലപേശുന്ന രണ്ട് ഘടകകക്ഷികളാണ് BJP-യുടെ പറയുക. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച മോഡിക്ക് സ്വന്തം പേനൊന്നും ചലിപ്പിക്കാൻ കഴിയാത്ത വിധം സംഭവിച്ച ഈ ഒരു സ്ഥിതിവിശേഷം ഒരു വലിയ അളവോളം ശ്രീരാമൻ്റെ അനുഗ്രഹമാണ്. വിശപ്പും വിലക്കയറ്റവും കൊറോണയും അമ്പലങ്ങൾ കെട്ടി പ്രതിരോധിച്ചിട്ടുള്ള ഒരു പ്രതിഫലം. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരിച്ചറിവിലേക്ക് മോഡി എത്തുകയാണ്. എല്ലാം നേരത്തെ ആകസ്മികതയാണ്. ആരാധനാലയങ്ങൾ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊളിക്കാനുള്ളതാണ് എന്ന് സുപ്രീം കോടതിയുടെ വിധി വരുന്നതും മഹാത്മാഗാന്ധിയെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിനപ്പുറത്തേക്ക് ഒരു ആഗോള ബിംബമായി അംഗീകരിക്കാൻ മോഡി നിർബന്ധിതനാവുന്നതും വിവേകാനന്ദ പാറയിൽ പോയി സർവ്വദേശീയതയെക്കുറിച്ച് സംസാരിക്കാൻ മോഡി നിർബന്ധിതനാവുന്നതും അത് കഴിഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പുമെല്ലാം ഒരു ചങ്ങലയിൽ കോർത്ത കണ്ണി പോലെയാവുകയാണ്. പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറാകാതിരുന്ന ഒരാൾക്ക് സ്വന്തം ഘടകകക്ഷികളുടെ വാക്ക് കേട്ട് മാത്രം സമ്മതത്തോടെ മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യം വരുന്നു. താൻ അവഗണിച്ച 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ നേരത്തെ പറഞ്ഞ ഗാന്ധിജി പ്രധാന ശ്രദ്ധ കൊടുത്ത 3 ഘടകങ്ങൾ: അധികാര വികേന്ദ്രീകരണം, സ്ത്രീ ശാക്തീകരണം, കർഷകർ. ഇത് 3-ലൂടെ കൈവരിക്കുന്ന സാമൂഹിക സാമ്പത്തിക സ്വയം പര്യാപ്തം. ഇതിനെല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കാൻ മോഡി നിർബന്ധിതനാണ്. ഒരു വലിയ നിമിത്തം തന്നെയാണ് നേരത്തെ പറഞ്ഞ ശ്രീരാമൻ അനുഗ്രഹം RSS നിന്നും. അപ്പോൾ ഇതിൽ മോഡിയിൽ നിന്നും കോൺഗ്രസിന് ഒരുപാട് പഠിക്കാനുണ്ട്. മോഡി ഈ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച RSSൽ നിന്നും കോൺഗ്രസിന് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഒരു പ്രസ്ഥാനത്തിന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ കടിഞ്ഞാണിൻ്റെ അനിവാര്യത, ആ അനിവാര്യതയാണ് RSS കാണിച്ചത്. പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തിൽ വ്യക്തികൾ വെറും നടത്തിപ്പുകാരാണ് എന്നുള്ളൊരു ധാരണ പൊതുസമൂഹം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. 100-ൽ താഴെ വോട്ടുകൾ ലഭിച്ച കോൺഗ്രസ്സിന് അമിതാത്മവിശ്വാസം തീർച്ചയായും അത് തിരിച്ചടിക്കും. അതുകൊണ്ട് ഈ തിരിച്ചറിവിലേക്കാണ് അവരെത്തേണ്ടത്. ഏകാധിപത്യ പ്രവണതകളോടുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങൾ അറിയിച്ചിരിക്കുന്നത്. BJPക്ക് വോട്ട് നഷ്ടപ്പെട്ട മേഖലയെല്ലാം അവരുടെ സവർണ ദേശീയതയും തീവ്രദേശീയതയും മതരാഷ്ട്രവാദത്തെയും സ്ത്രീകളോടും കർഷകരോടുമുള്ള സമീപനത്തെയും അതിനെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാ അർത്ഥത്തിലും BJPയുടെ ആശയങ്ങളെ പൂർണ്ണമായും ജനങ്ങൾ തിരസ്കരിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ BJP നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തികേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന മൂല്യച്യുതിയെ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുക. രാജ്യത്തിൻ്റെ ജനാധിപത്യ സമൂഹത്തിൻ്റെ കടിഞ്ഞാൻ ജനങ്ങളുടെ കയ്യിലാണെന്ന് ബോധിപ്പിക്കുക. ഇത് സോണിയാഗാന്ധിയുടെ കോൺഗ്രസിനും പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മമതാ ബാനർജിയുടെ തൃണമൂലും എല്ലാമുള്ള ഒരു സൂചനകളാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വാണിജ്യ ഇടപാടുകളെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ കടിഞ്ഞാൺ ഏറ്റെടുക്കാൻ തയ്യാറായ ജനങ്ങൾ കാത്തിരിക്കുക. വ്യത്യസ്ത ആശയങ്ങൾ കൊടുക്കുന്ന കക്ഷികളുള്ള ഒരു സംവിധാനത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങൾ നരേന്ദ്രമോദിക്ക് നൽകുന്നു. വ്യക്തികൾക്കപ്പുറത്തേക്ക് രാജ്യം കാര്യങ്ങൾ നിയന്ത്രിക്കുക. എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങളെന്നും തൻ്റെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ജനങ്ങൾ തിരസ്കരിച്ചതെന്നും കന്യാകുമാരിയിൽ നിന്ന് പോർബന്ദർ വഴി തിരഞ്ഞെടുപ്പ് ഫലമെത്തിയപ്പോൾ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലൊരു യുദ്ധമെന്ന് നരേന്ദ്രമോദി നമുക്കിനി പ്രതീക്ഷിക്കുന്നു. ഇത് എല്ലാവർക്കുമുള്ള സൂചനയാണ്. ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് വിലക്കയറ്റവും പട്ടിണിയും സാമൂഹിക സുരക്ഷയും അടക്കമുള്ള എല്ലാ വിഷയങ്ങളും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലമല്ല ജനങ്ങൾ തന്നെ ചവച്ചുവിട്ടിരിക്കും. കേരളത്തിലെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ അവലോകനം ചെയ്യാം.